അഭിവാദ്യങ്ങൾ. ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി, ജയ് ജയ് ഭാരത് മാതാ കേ ജയ്. ഹലോ 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 ഒരു ഫോട്ടോ സാർ സാർ ഒന്ന് എടുത്തു എൻ്റെ ക്യാമറ എടുത്ത സാർ സാർ ഒരു ഇതൊന്നും ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളല്ല, ഇതൊക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ല. ഈ മാരാർജിയും മോന്തേട്ടനും കൂടി എൻ്റെ വീട്ടിൽ 91-92 കാലഘട്ടത്തിൽ വന്നത് തുടങ്ങിയ ബന്ധമാണ്. നായനാരുടെ വീട്ടിൽ പോയിരുന്നു. നായനാരുടെ ഒന്നും പറഞ്ഞില്ല. ഏതാ EK നായനാരുടെ വീട്ടിലെ ബന്ധത്തിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. മാധ്യമരംഗത്ത് യുവതലമുറയായതുകൊണ്ടായിരിക്കും. പഴയ ആൾക്കാരോട് ചോദിക്കാറില്ല. ടീച്ചർ എന്തൊക്കെയാ സന്തോഷമായി ടീച്ചർക്ക്? കണ്ടതല്ലേ, നിങ്ങൾ കണ്ടതല്ലേ? ആത്മബന്ധം അമ്മ എന്നാണ് വിളിക്കുന്നത്. ടീച്ചർ ഒത്തിരി ഓർത്തെടുക്കും നിങ്ങളുടെ ഓർമ്മകൾ. സുരേഷിന്റെ മനസ്സിൽ അങ്ങനെ തന്നെയാണ്. എൻ്റെ അപ്പച്ചിയത്. ടീച്ചർ പറഞ്ഞത് പാവങ്ങളുടെ ഒക്കെ ഒപ്പം നിൽക്കുന്ന ഒരു മന്ത്രിയായിരിക്കും സുരേഷ് ഗോപി എന്നാണ്. EK നായനാരെ പോലെ തന്നെ പാവങ്ങൾക്കൊപ്പമായിരിക്കും. അല്ല, അത് സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യൻ അതായിരിക്കും. മന്ത്രി ഒരിക്കലും അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി മാത്രം എന്നല്ല, ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള മന്ത്രിയായിരിക്കണം. ഉത്തരവാദിത്വത്തിൻ്റെ വലിപ്പമനുസരിച്ച് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല, അല്ലേ? എല്ലാവരും നമ്മുടെ നോട്ടമായിരിക്കണം. പക്ഷേ പേഴ്സണലി പാവങ്ങൾ എന്ന് പറയുന്നത് കരുതലാണ്, മുന്തിയ കരുതലാണ്. ഇല്ല, ഞാൻ കഴിഞ്ഞ വർഷവും വന്നതാണ്. ഞാനും രാധികയും മകനും കൂടെ വന്നിരുന്നതാണ്. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വരാറുണ്ട്. ഇതിപ്പം മാധ്യമങ്ങളെല്ലാം അറിഞ്ഞുപോയി വന്നു, അത്രയേ ഉള്ളൂ. കണ്ണൂർ വരുമ്പോഴേ സുരേഷ് ഏട്ടാ എത്രമാത്രം പ്രതീക്ഷ സന്തോഷമൊക്കെ കണ്ണൂർ വരുമ്പോൾ, കണ്ണൂരിന്റെ മണ്ണിൽ വരുമ്പോൾ സുരേഷ് കണ്ണൂരും കൂടി ഇങ്ങനെ തരണം. ഒന്നും കൂടി വന്നാൽ മതിയോ? ഇടയ്ക്കിടയ്ക്ക് വരണ്ടേ? നിങ്ങളാണ് അതിങ്ങനെ വന്നിട്ട് ഒരു വഴിവക്കിൽ